സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ പേർഷ്യൻ ചർച്ചാ തന്ത്രങ്ങൾക്ക് മുന്നിൽ വിയർക്കുകയാണ് ട്രംപും കൂട്ടരും. ചർച്ച ചെയ്ത് അമേരിക്കയെ കൂടുതൽ കുഴപ്പിക്കുകയാണ് ഇറാൻ. ഉറപ്പുകൾ പാലിക്കപ്പെടണം, ഇല്ലാതെ നേരിട്ടുള്ള ചർച്ച വേണ്ട എന്ന നിലപാടിലൂടെ അമേരിക്കയെ തീർത്തും സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാൻ എന്ന് പറയാം. ഇതിനിടയ്ക്ക് അവസരം മുതലെടുത്ത് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇസ്രയേൽ. മുസ്തഫയെ വധിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ പുതിയ ഭീഷണി. ആയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്കം അടുത്തു വരുമ്പോഴാണ് ഇസ്രയേലിന്റെ പ്രകോപനം എന്നതും ഇറാൻ ഗൗരവത്തോടെ കാണുന്നു. അതിന് ഇസ്രയേലിനെ കൊച്ചാക്കി അമേരിക്കയെ കുത്തിനോവിച്ച് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് അബ്ബാസ് അരാക്ചി. ടെല്ലവീവിലെ വളർത്തുമൃഗങ്ങളെ അമേരിക്ക പൂട്ടിയിട്ടില്ല എങ്കിൽ പാഠം പഠിപ്പിക്കുമെന്നാണ് അരാക്ചി തുറന്നടിച്ചത്. ഹോർമൂസിനെ തൊടാൻ ഇനി ട്രംപും നെതന്യാഹുവും 2 വട്ടം ആലോചിക്കണമെന്നാണ് ഇറാൻ വിപ്ലവ സേനയുടെ മറുപടി. അതായത് അമേരിക്കയ്ക്ക് തന്ത്രങ്ങളിലൂടെയും ഇസ്രയേലിന് കനത്ത മുന്നറിയിപ്പിലൂടെയും തിരിച്ചടി നൽകിക്കൊണ്ട് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. അതേസമയം ട്രംപും വാൻസും നാണക്കേട് മറയ്ക്കാൻ വ്യാജമായ അവകാശവാദങ്ങളുടെ തിരക്കിലാണ്. ദോഹയിൽ നടക്കാത്ത ചർച്ചകളെക്കുറിച്ചാണ് ഇരുവരും പറയുന്നത്. എന്തായാലും ഇറാന്റെ ചർച്ചാതന്ത്രം ധാരണാപത്രത്തെ നോക്കുകുത്തിയാക്കി ട്രംപും വാൻസും നടത്തിയ ഗൂഢനീക്കത്തെ അമ്പേ പൊളിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ധാരണാപത്രത്തിലെ ഉറപ്പുകളിലേക്ക് മടങ്ങിപ്പോക്ക് മാത്രമാണ് ട്രംപിനും വാൻസിനും മുന്നിലുള്ള ഉപാധി. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യങ്ങളെ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം ഇസ്രയേലിന്റെ പ്രകോപനത്തിന് ഇറാൻ നൽകിയ കനത്ത മറുപടി എന്താണെന്ന് നോക്കാം. ആയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾ തുടങ്ങാനിരിക്കെയുള്ള അതീവ ഗുരുതരമായ പ്രകോപനത്തിന് വളരെ കരുത്തുറ്റതും ഇസ്രയേലിനെ പരിഹസിക്കുന്നതുമായ രീതിയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മറുപടി നൽകിയത്. അതിലൂടെ അമേരിക്കയെ രൂക്ഷമായി വിമർശിക്കാനും അരാക്ചി മടി കാണിച്ചില്ല എന്നതും എടുത്തു പറയേണ്ട സംഗതിയാണ്. എന്തായിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ആ പ്രകോപനം? ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്, അതായത് മുജ്തബ ഖമനേയിയെ വധിക്കാൻ മടിക്കില്ല. ഇറാനിൽ നേരിട്ട് കയറി ആക്രമണം നടത്താൻ ബ്ലൂ ആൻഡ് വൈറ്റ് ഓപ്പറേഷൻ എന്ന പേരിൽ സ്വതന്ത്ര സൈനിക പദ്ധതി തയ്യാറാക്കാൻ ഇസ്രയേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും ഇസ്രയേൽ കാറ്റ്സ്, അതായത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ലെബനൻ, സിറിയ, ഗാസ എന്നീ രാജ്യങ്ങളിലെ പിടിച്ചെടുത്ത സുരക്ഷാ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറില്ല എന്നും കാറ്റ്സ് ആവർത്തിച്ചു. ഇതിനെതിരെ അതിരൂക്ഷമായ പ്രതികരണമാണ് അബ്ബാസ് അരാക്ചി നടത്തിയത്. ടെല്ലവീവിലെ, അതായത് ഇസ്രയേലിലെ അമേരിക്കയുടെ വളർത്തുമൃഗങ്ങളെ കെട്ടിയിടാൻ ട്രംപ് ബാധ്യസ്ഥനാണ് എന്നാണ് അരാക്ചി പരിഹസിച്ചത്. ട്രംപ് ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിൽ അതുണ്ടെന്ന് അരാക്ചി പറഞ്ഞു. ഇസ്രയേൽ അവരുടെ യജമാനനായ അമേരിക്കയുടെ വാക്ക് കേൾക്കാതെ പ്രകോപനം തുടരുകയാണ് എങ്കിൽ ഇറാൻ അവരെ ശരിയായ പാഠം പഠിപ്പിക്കുമെന്നും അരാക്ചി മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ജനങ്ങൾക്കോ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിക്കോ എതിരെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ അതിന് ഉടൻ തന്നെ അതിശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിരിക്കുമെന്നും അരാക്ചി പറഞ്ഞു. ഇസ്രയേലിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്കയ്ക്കുണ്ടെന്നും അരാക്ചി ഓർമ്മിപ്പിച്ചു. ഇസ്രയേലിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വളർത്തുമൃഗം മാത്രമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അരാക്ചിയുടെ മറുപടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഞങ്ങൾ നിങ്ങൾക്ക് അത്രേ വില നൽകുന്നുള്ളൂ എന്നാണ് അരാക്ചി ഇസ്രയേലിന് ആ മറുപടിയിലൂടെ നൽകിയ സന്ദേശം, ഒപ്പം പരിഹാസം. അതിനിടെ ഇറാന്റെ പരമോന്നത കമാൻഡായ ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സും കടുത്ത നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരത്തിന്മേലോ അതിർത്തികൾക്കകത്തോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിനോ ഭീഷണിക്കോ മുതിരുന്നതിന് മുമ്പ് ശത്രുക്കൾ 2 വട്ടം ചിന്തിക്കണം എന്ന് അൽ അൻബിയ കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി പറഞ്ഞു. ഹോർമൂസിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ അതിന് അതീവ വേഗതയേറിയ മറുപടി ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഇപ്പോഴും യുദ്ധാവസ്ഥയിൽ തന്നെയാണ്. സൈന്യത്തിന്റെ പോരാട്ട വീര്യം, പ്രതിരോധ സജ്ജീകരണങ്ങൾ എന്നിവ ഒരു നിമിഷം പോലും നിർത്തിവെച്ചിട്ടില്ല എന്നും ഇറാന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമനിയും പറഞ്ഞു. ആയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്ന എന്ത് നീക്കമുണ്ടായാലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം ഏത് തരത്തിൽ നിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാലും അതിന് കടുത്ത മറുപടി നൽകാൻ തന്നെയാണ് ഇറാൻ ഉറപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ നേരത്തെ പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇറാൻ കടുത്ത ജാഗ്രതയിലാണ്. ഇനി എന്താണ് ദോഹയിൽ നടന്ന പരോക്ഷ ചർച്ചയുടെ പരിഗണനയ്ക്ക് വന്നതെന്നും അവിടെ ഇറാൻ സ്വീകരിച്ച നയതന്ത്രം അല്ലെങ്കിൽ ചർച്ചാതന്ത്രം എന്താണെന്നും നോക്കാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ട്രംപ് പറഞ്ഞത് ഇറാൻ അമേരിക്ക ഉന്നതതല ചർച്ച ദോഹയിൽ നടക്കുമെന്നാണ്, അതായത് നേരിട്ടുള്ള ചർച്ച. പക്ഷെ ഇറാൻ അപ്പോഴേ പറഞ്ഞു നേരിട്ടുള്ള ചർച്ചയില്ല എന്ന്. ഇറാൻ പറഞ്ഞത് തന്നെയാണ് നടന്നത്. എന്താണ് ദോഹയിൽ
ചർച്ച ചെയ്തത് എന്നതാണ് ഏറെ രസകരമായ കാര്യം. ട്രംപും വാൻസും പറയുന്നത് ആണവ വിഷയങ്ങളിൽ ദോഹയിൽ ചർച്ച നടന്നു എന്നാണ്. പക്ഷേ അതല്ല നടന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ആഴ്ച മുമ്പ് ഇറാന്റെയും അമേരിക്കയുടെയും പ്രസിഡന്റുമാർ ഒപ്പിട്ട ധാരണാപത്രത്തിലൂടെ പരിഹരിച്ചു എന്ന് നമ്മൾ കരുതിയ വിഷയങ്ങളിലാണ് ദോഹയിൽ വീണ്ടും ചർച്ച നടന്നത്. അതായത് സാങ്കേതിക ചർച്ചകൾ മാത്രമാണ് ഖത്തറിൽ നടന്നത് എന്നാണ് അൽ ജസീറയും റോയിറ്റേഴ്സും പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ സമീപകാല ആക്രമണങ്ങളും വ്യവസ്ഥകളുടെ ലംഘനങ്ങളും ഇറാൻ പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചു. ഖത്തറിലെ ബാങ്കുകളിലുള്ള ഇറാന്റെ $6 ബില്യൺ മരവിപ്പിച്ച ആസ്തികൾ എങ്ങനെ ഏത് ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഖത്തർ സെൻട്രൽ ബാങ്ക് അധികൃതരുമായി സാങ്കേതിക ചർച്ചകളും നടന്നു. പിന്നെ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെക്കുറിച്ചും ദോഹയിൽ ചർച്ച നടന്നു. ഒപ്പം ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകളുടെ പുരോഗതിയും ചർച്ചയിൽ വന്നു. എന്തെല്ലാം കാര്യത്തിൽ തീരുമാനമെടുത്തു, അതായത് ഇതെല്ലാം ചർച്ചയിൽ വന്നു, ഇതിലേതൊക്കെ കാര്യത്തിൽ തീരുമാനമെടുത്തു അതുകൂടി പരിശോധിക്കാം. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുകയോ അതിർത്തികളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് അമേരിക്കയെ പെട്ടെന്ന് അറിയിക്കാനും സൈനിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനുമായി ഒരു പ്രത്യേക ആശയവിനിമയ സംവിധാനം ഉടൻ തുടങ്ങാൻ ചർച്ചയിൽ തീരുമാനമായി. ഇക്കാര്യം നേരത്തെ സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചയിൽ തന്നെ തീരുമാനമായിരുന്നതാണ്. ആ കാര്യത്തിൽ ഒരിക്കൽ കൂടി ഉറപ്പ് കിട്ടി. ഇറാന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവശ്യ സാധനങ്ങളും സാമഗ്രികളും വാങ്ങി നൽകാൻ ഖത്തറിലുള്ള ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്നും ധാരണയായി. അതായത് $6 ബില്യൺ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതിൽ ഖത്തറിന്റെ ഫണ്ടിൽ നിന്ന് ഇറാന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ വാങ്ങി നൽകാൻ ധാരണയായി. ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ അവസാനിച്ച ശേഷം, അതായത് ജൂലൈ 9 ശേഷം അടുത്ത റൗണ്ട് ചർച്ചകൾ ദോഹയിൽ വെച്ച് എത്രയും വേഗം നടത്താനും തീരുമാനമായിട്ടുണ്ട്. അപ്പോഴും ചർച്ചയ്ക്കിടയിൽ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞോ എന്നതിനെക്കുറിച്ച് ഇറാനോ ഖത്തറോ അല്ലെങ്കിൽ അമേരിക്കയോ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ട്രംപോ വാൻസോ പറഞ്ഞ ആണവ വിഷയങ്ങൾ ഖത്തറിൽ ചർച്ചയ്ക്കേ വന്നില്ല. ഇക്കാര്യം ഖത്തറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ട്രംപും വാൻസും വീണ്ടും എളിഭ്യരായി. ഇതിനൊപ്പം ചേർത്ത് അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവ സന്ദർശിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ കാലിബാഫ് നിഷേധിച്ചിട്ടുണ്ട്. നിലവിൽ ഇൻസ്പെക്ടർമാർക്ക് ബുഷഹർ പവർ പ്ലാന്റ്, ടെഹ്റാൻ റിയാക്ടർ എന്നീ 2 സ്ഥലങ്ങളിലേക്ക് മാത്രമേ പ്രവേശനം നൽകിയിട്ടുള്ളൂ എന്നാണ് കാലിബാഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആണവ വിഷയത്തിൽ ഇറാൻ ഇപ്പോഴും തുടരുന്ന കർശന സമീപനമാണ് കാലിബാഫിന്റെ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത്. അതായത് ഒരു ഭാഗത്ത് ട്രംപും വാൻസും പറയുന്നത് ആണവ വിഷയങ്ങളിൽ ഖത്തറിൽ ചർച്ച നടന്നു എന്ന്, പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം കാലിബാഫ് കർശനമായ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കർശനമായ നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ചർച്ചയുമായി ബന്ധപ്പെട്ട, അതായത് ദോഹയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി നടന്ന പരോക്ഷ ചർച്ചകളെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നയിച്ചത് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസം ഖരീബാബാദിയായിരുന്നു. അബ്ബാസ് അരാക്ചിയും മുഹമ്മദ് ബാക്കർ കാലിബാഫും ഖത്തറിൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തില്ല. എന്നാൽ ഇറാന്റെ ചർച്ചാ സംഘവുമായി നിരന്തരം ഇരുവരും സമ്പർക്കം പുലർത്തുകയും ചെയ്തു. വേണ്ട രീതിയിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഉപദേശം നൽകുകയും ചെയ്തു. അതേസമയം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും മധ്യസ്ഥ രാജ്യങ്ങളുമായി സാങ്കേതിക ചർച്ചകൾ നടത്തി. അതായത് അമേരിക്ക മുതിർന്ന പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചപ്പോൾ ഇറാൻ അവരുടെ ബി ടീമിനെയാണ് ചർച്ചയ്ക്ക് വിട്ടത്. മാത്രമല്ല നേരിട്ട് ചർച്ച നടത്തിയതുമില്ല. ഇതിലൂടെ ഉറപ്പുകൾ പാലിക്കാത്ത അമേരിക്കയെ തങ്ങൾ വകവെക്കുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ഇറാൻ ഖത്തറിലും നൽകിയത്. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഇറാൻ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചകളിലേക്ക് മടങ്ങാത്തത്. ഒന്ന്, മരവിപ്പിച്ച ആസ്തികളുടെ വിട്ടുകിട്ടൽ വൈകുന്നത് കൊണ്ട്. അതായത് $6 ബില്യൺ കാര്യത്തിൽ തീരുമാനമെടുത്തു, ഇനിയും ഡോളറുകൾ കിട്ടാനുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ ഉറപ്പ് ഇറാന് കിട്ടുന്നത് വരെ നേരിട്ടുള്ള ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇറാന്റെ തീരുമാനം. 2, ഹോർമൂസിലെ ഇറാന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഹോർമൂസിൽ ഇറാന്റെ പരമാധികാരം അമേരിക്ക അംഗീകരിക്കാത്തതുകൊണ്ട്. 3, ലെബനനിൽ ഇസ്രയേൽ സേന ഇപ്പോഴും തുടരുന്നതുകൊണ്ട്. ഈ ഉറപ്പുകൾ അമേരിക്ക പാലിച്ചാൽ, അതായത് ധാരണാപത്രത്തിൽ ഉറപ്പ് നൽകിയ കാര്യങ്ങളാണ്, ഈ ഉറപ്പുകൾ അമേരിക്ക പാലിച്ചാൽ നേരിട്ടുള്ള ചർച്ചകളിലേക്ക് തിരിച്ചു പോകാമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളായ പാകിസ്ഥാനെയും ഖത്തറിനെയും ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല നേരിട്ടുള്ള ചർച്ചകൾക്ക്, അതായത് ഈ ഉറപ്പുകൾ പാലിക്കപ്പെടുകയാണെങ്കിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് അബ്ബാസ് അരാക്ചിയും മുഹമ്മദ് ബാക്കർ കാലിബാഫും പങ്കെടുക്കുകയും ചെയ്യും.
അമേരിക്കയുമായി ഒപ്പിട്ട ധാരണാപത്രം കടലാസിൽ മാത്രമാണ് ഗംഭീരം എന്നുള്ള അഭിപ്രായം ഇറാനിൽ ആഭ്യന്തരമായി ഉയരുന്നു എന്നതും ഇറാൻ ഭരണകൂടത്തെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ടുള്ള ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറി നിൽക്കുന്നത്. അതും ഒരു കാരണമാണ്. ഇറാന്റെ ഈ സമ്മർദ്ദ തന്ത്രം അമേരിക്കയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇത് എനിക്ക് മനസ്സിലാകാത്ത ഒരുതരം പേർഷ്യൻ നയതന്ത്ര തന്ത്രമാണ് എന്നാണ് വാൻസ് പറഞ്ഞത്. സമാധാന ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറയുകയും എന്നാൽ സമാധാന കരാറിന്മേലുള്ള സാങ്കേതിക ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ഇറാന്റെ രീതി കൗതുകകരവും നിരാശാജനകവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് അമേരിക്കയ്ക്ക് ഇറാന്റെ ചർച്ചാ തന്ത്രങ്ങളെ കാര്യമായി പിടികിട്ടുന്നില്ല എന്നാണ് വാൻസ് തന്നെ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പേർഷ്യൻ സംസ്കാരത്തിലെ അറഫ് എന്ന സങ്കീർണമായ പെരുമാറ്റച്ചട്ടം നയതന്ത്രത്തിലും ഇറാൻ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തിനായി ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും പുറമേക്ക് അത് നിരസിക്കുന്ന, പുറമേക്ക് അത് കാണിക്കാത്ത രീതിയാണ് അറഫ്. അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ഇറാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിലും അത് പെട്ടെന്ന് പുറത്ത് കാണിക്കാതെ സമയം നീട്ടുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത പേർഷ്യൻ വിപണികളിലെ കച്ചവടം പോലെ ആദ്യത്തെ വില ഒരിക്കലും അവസാനത്തെ വില ആയിരിക്കില്ല. ചർച്ചകൾ പരമാവധി നീട്ടിക്കൊണ്ടുപോയി അമേരിക്കയുടെ രാഷ്ട്രീയ ക്ഷമതയെ പരീക്ഷിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഏറ്റവും മികച്ച ഡീൽ ഉറപ്പാക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തൊട്ട് ഇറാൻ ചെയ്തുകൊണ്ട് വരുന്നതും അത് തന്നെയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഇറാന്റെ ചർച്ചാ തന്ത്രങ്ങളിൽപ്പെട്ട് വിയർക്കുകയാണ്. ചർച്ച ചെയ്ത് അമേരിക്ക തളരുന്ന സ്ഥിതി വരുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം ഇറാന്റെ ഈ ചർച്ചാ തന്ത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിലയിരുത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യം കൂടി പരിശോധിച്ചാൽ ചരക്ക് കപ്പലുകളുടെ സഞ്ചാരം വീണ്ടും പഴയപടി ആകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കെപ്ലർ നൽകിയ വിവരമനുസരിച്ച് ജൂൺ 22, 28 വരെയുള്ള ദിവസങ്ങളിൽ വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം തൊട്ടു മുമ്പത്തെ ആഴ്ചയെ അപേക്ഷിച്ച് 50% കൂടിയിട്ടുണ്ട്. ഇത് ലോക വിപണിക്കും നമ്മൾ ഇന്ത്യക്കാർക്കും ആശ്വാസകരമായ വാർത്തയാണ്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപ്ലി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.